ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നും നമ്മൾ കുറച്ച് വിശേഷങ്ങൾ വീട്ടുപണികളൊക്കെയാണ്. ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് മോളുടെ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആനുവൽ ഡേ ആണ്. ഈ വരുന്ന ഫെബ്രുവരി 7, 8 തീയതികളിലെ 100ാമത്തെ വാർഷികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ PTA-യിലുണ്ട്, ആൻഡ് പ്രോഗ്രാം കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ കുറച്ചധികം പണികളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് വർക്കില്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ തന്നെയാണ് മിക്കപ്പോഴും. അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളും കറിയൊക്കെ വെച്ച് അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചീരത്തോരൻ വെച്ചപ്പോൾ ആമിമോൾ പറഞ്ഞു അവൾക്ക് സോയാബീൻ കറി മതിയെന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ എടുത്ത് കറി വെക്കാനായിട്ട്, അധികം എരിവൊന്നും ഇടാണ്ട് പച്ചമുളക് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് അവൾക്ക് വേണ്ടി മാത്രം സോയാബീൻ കറി വെച്ചു. അതിന് ശേഷം ഞാൻ ചീരത്തോരൻ വെച്ചു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കറികളൊക്കെ, ഇന്ന് രാവിലെ വെച്ച കറികൾ. പിന്നെ ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോസിൽ ഈ സവാള ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒക്കെ കട്ട് ചെയ്യണ കണ്ടപ്പോൾ ഒരു 2-3 ആൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെയ്തോടെ എന്തിങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കട്ടിംഗ് ബോർഡ് ഉണ്ട് നമ്മുടെ വീട്ടിൽ, പക്ഷേ എനിക്ക് എന്തോ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്. കയ്യിൽ വെച്ചിട്ട് അരിയുന്നത് അങ്ങനെയാണ് ശീലം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണേ. അതല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചൂണ്ടുവിരലിൽ കുറച്ച് മുറിപ്പാടുകളൊക്കെ കാണാം, കത്തി കൊള്ളുന്നതിൻ്റെ. കൈ മുറിഞ്ഞതല്ല, ഇങ്ങനെ ചെറിയൊരു വരകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് എളുപ്പം, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് എളുപ്പം ഇങ്ങനെയാണ് ആയതുകൊണ്ടാണ്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് ഞാൻ ദേ സ്കൂളിലെത്തി. ഇതാണ് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂള്. വീടിനടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഇവിടെ മുൻപത്തെ ഒരു ഹെഡിമിസ്ട്രസ് മരിച്ചതിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പിന്നെ ബിരിയാണി. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മോളായിട്ടൊരു അവൾ ബാക്കിൽ എന്തൊക്കെ പറയാനുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ നമുക്ക് വേഗത്തെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കറി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ സർലസ്, അച്ചാർ, അങ്ങനെ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ PTA-ക്കാരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഈ ഡാൻസ് പ്രാക്ടീസ് ആനുവൽ ഡേക്ക് പേരൻസിൻ്റെ വക ഡാൻസ് ഉണ്ട്, അതാണ് കേട്ടോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണത്. എല്ലാ കൊല്ലം പേരൻസിൻ്റെ ഡാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മതിൽ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടൻ ചെയ്യണ കണ്ടപ്പോൾ കുറച്ച് നേരം ഞാൻ വാങ്ങി ക്ലീനൊക്കെ ചെയ്തിട്ടാണ്. ആ കംപ്ലീറ്റ് മതിൽ ഞാൻ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ PTA-കാരുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് ഞാനത് ഏറ്റെടുത്ത് അങ്ങനെ മതിലൊക്കെ കഴുകി പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നാളെ വീണ്ടും പോകണം. വീണ്ടും കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് സ്കൂളിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ആനുവൽ ഡേ ഏറ്റവും ഭംഗിയാക്കി മാറ്റണം. അപ്പോൾ എല്ലാവർക്കും ബൈ.